ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ചെറിയൊരു ടിപ്പായിട്ടാണ്. നമ്മളിപ്പം വിൻഡോസിൽ എല്ലാവരും എക്സ്പ്ലോറർ യൂസ് ചെയ്യുന്നതായിരിക്കും, ഫോൾഡറും കാര്യങ്ങളിൽ ഓപ്പൺ ചെയ്യണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾഡ് തീം എന്ന് പറയുന്നത്. അതായത് ഒരു കളറായിട്ടുള്ളൊരു തീമാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഇത് നമുക്ക് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് ഇപ്പോൾ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ട്രാൻസ്പറൻസി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കണ്ടോ, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ തീം ഉള്ളത് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് ഇപ്പം നമ്മൾ എക്സ്പ്ലോററിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡിങ് ലിങ്ക് ഡയറക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അത് ജസ്റ്റ് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാൻ കൊടുത്ത ലിങ്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് തന്നെ വരും. ജസ്റ്റ് ആ ലിങ്കിലേക്ക് പോയി ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോൾഡറിലേക്ക് പോവുക. ഫോൾഡറിലേക്ക് പോയതിന് ശേഷം ഇതേപോലത്തെ ഒരു ഫയലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇതൊരു സിപ്പ് ഫയലാണ്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഓൾ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ഓൾ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കൊരു റിലീസ് ഫയൽ ഫോൾഡർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ 2 ഫയൽ കാണിക്കും, ഒന്ന് ഫോൾഡറും ഒരു ഫയലും കാണിക്കും. അതിൽ റിലീസ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇവിടെ പോയി കഴിഞ്ഞാൽ register.cmd എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ജസ്റ്റ് എക്സ്പ്ലോറർ ഒന്ന് ക്ലോസ് ആയിട്ട് ഓപ്പൺ ആകും. ഇപ്പോൾ എനിക്ക് ക്ലോസ് ആയിട്ട് ഓപ്പൺ ആകുമ്പം ആ ഒരു എഫക്റ്റ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ചില സിസ്റ്റത്തിൽ ഇപ്പം വിൻഡോസ് 11 ചില സിസ്റ്റത്തിൽ നമുക്കതിന് വേറൊരു ഫങ്ഷനും കൂടെ നമുക്ക് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പേഴ്സണലൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ വന്നു ചെയ്താൽ നമുക്കിവിടെ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. കളറിൽ ക്ലിക്ക് ചെയ്ത് ചെയ്താൽ ഇവിടെ ട്രാൻസ്പറൻസി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് കിടക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ വിൻഡോ ട്രാൻസ്പെറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ക്യൂട്ടായിട്ട് കാണിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുക? സെയിം മെത്തേഡ് തന്നെയാണ്. ആ ഒരു ഫോൾഡറിലേക്ക് തന്നെ പോവുക. ഇവിടെ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അൺഇൻസ്റ്റാൾ കൊടുക്കുക, യെസ് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സാധനം ഒന്നും കൂടെ ക്ലോസ് ആയി ഓപ്പൺ ആകും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ടാകും. ഈ ബ്ലറിങ് എഫക്റ്റ് റിമൂവ് ആയി പോയിട്ടുണ്ടാകും. ഇത് സേഫാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് ഇതിൻ്റെ കോഡിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻറ്റിവൈറസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് സ്കാൻ ചെയ്താലും പ്രോബ്ലം കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. വീഡിയോ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ